ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ചെന്നൈയിലായിട്ടുള്ളത്. ചെന്നൈയിൽ നമ്മൾ വന്ന് ഇറങ്ങി കുറച്ച് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ആഗ്രഹം നമ്മുടെ MGRൻ്റെയും അതുപോലെ ജയലളിത മാഡത്തിൻ്റെയൊക്കെ ലാസ്റ്റത്തെ അടക്കം ചെയ്ത സ്ഥലം ഒന്ന് കാണാൻ ഒരു ആഗ്രഹം. ഞാൻ ചുമ്മാ ഒന്ന് നോക്കി കഴിയുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നേരിട്ടൊന്ന് കണ്ടേക്കാമെന്ന് ചോദിച്ചു വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ എൻട്രി കേട്ടോ. ഇന്നും ഔട്ടും രണ്ട് കഴിക്കാണ്. നമുക്ക് കയറി പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ MGR സമാധിയിലേക്ക് കയറുന്ന എൻട്രി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ, വൈകുന്നേരമൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ്. വലിയൊരു സംഭവമൊക്കെ കവാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ പൈസ മുടക്കേണ്ടി ഇതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തണേക്ക് മുമ്പ് ഒരു പൂന്തോട്ടവും അതുപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു യാർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MGRൻ്റെയും ജയലളിത മേഡത്തിൻ്റെയും ഒരു പ്രതിമയും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് MGR സമാധി. അതായത് ഇവിടെ പറയുമ്പോൾ അണ്ണാ സമാധി എന്ന് പറയും. ഇതാണ് സംഭവം. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതെങ്ങനെ പണിത് വെച്ചപ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ പണിത ആളോടാണ് ചോദിക്കുന്നത്. സംഭവമാണ് ഫുള്ള് മാർബിളാണ് കേട്ടോ. ഫുള്ള് മാർബിൾ കൊണ്ടാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എഴുതിയൊക്കെ സ്ഥിരം പൂക്കളൊക്കെ ഉണ്ടെന്നോ, എല്ലാ ദിവസവും പൂക്കളൊക്കെ അതിൽ കൊണ്ടുവന്നു. MGRൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ MGRൻ്റെ സമാധിയാണെങ്കിൽ അതിന് തൊട്ടിപ്പുറത്ത് ഈ ഫീനിക്സ് പക്ഷിനെ കൂട്ടി നിൽക്കുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ജയലളിത മേഡത്തിൻ്റെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോയി വരാം. സംഭവം ഇതിൻ്റെ ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആർക്കിടെക്ചറും ഡിസൈനിങ് ഒക്കെയാണ് കേട്ടോ. ഈ ഡിസൈൻ തന്നെയാണ് ഒരു താമ്പരപ്പൂ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഡിസൈനെല്ലാം മതി. അത് ഫുള്ള് മാർബിൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത ആളുടെ ഇതിലേക്ക് പോകാൻ പറ്റും. ഇതുണ്ട് ഒരു ഫീനിക്സ് പക്ഷി പറക്കണ ഒരു ഇതിലേക്ക് പോകുന്നുള്ളത് എനിക്ക് തോന്നിക്കൊണ്ടായിട്ട് പറഞ്ഞേ. നിനക്ക് തന്നെ തോന്നണേ ബ്രോ ഇത് കണ്ടിട്ട്, ആ ഷേപ്പ് കണ്ടിട്ട്? എയറോപ്ലെയിൻ പോകണ പോലെയാണ്. എന്തായാലും നമുക്ക് പോയേക്കാം. ഫീനിക്സ് പക്ഷി പറക്കണേ കൂട്ട് അങ്ങനെ ഒരു പക്ഷി ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഡിസൈനുകളുണ്ട്. ഇത് രക്ഷയിലാട്ടോ. ഇവിടെ നമ്മൾ അപ്പുറം കണ്ട പോലെ തന്നെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും കൈവിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇവിടെ പോകുന്നത്. തൊട്ട് വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടോ, ആ ഡിസൈൻ കണ്ടോ, അടിപൊളിയില്ലേ? ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. അവിടെ വൈകുന്നേരം ആ വെയിലൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാർ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഫുള്ള് പൂവിൻ്റെ റോസാപ്പൂവിൻ്റെ മണമാണ്. അപ്പോൾ നമ്മൾ ആ കണ്ടില്ലേ, ആ കണ്ട അതിൻ്റെ അകത്ത് തന്നെ ആദ്യം നമ്മൾ ആ അണ്ണ സമാധി കണ്ടു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ അമ്മ സമാധി കൂടി കണ്ടു. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളൂ. ഇതിൽ കൂടുതൽ കാണാനോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറും സംഭവങ്ങളാണ് കേട്ടോ. ആ ഹോളും സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊരു ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമാധി അണ്ണ സമാധി എന്ന് പറഞ്ഞാൽ വേറെ പേഴ്സണൽ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് വന്ന് തൊട്ട് മുത്തുന്നു, തൊട്ട് വന്ദിക്കുന്നു, അങ്ങനെ കുറേ നമസ്കരിക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്കൊന്നും പോകണില്ല. അപ്പോൾ ഒരു ദിവസം ചെന്നൈയിൽ വരുവാണെങ്കിൽ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ നമുക്ക് കണ്ട് അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും രണ്ട് സൈഡിലായിട്ട് ഓരോ ബിൽഡിംഗ് കൂടി ഉണ്ട്. ഒരെണ്ണം നോളജ് പാർക്കാണ്. അതുപോലെ ഇപ്പുറ സൈഡിൽ അമ്മ മ്യൂസിയം ഉണ്ട്. പക്ഷേ ഇത് രണ്ടും ഓപ്പൺ അല്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാൻ ഓപ്ഷൻ ഇല്ല. ചിലപ്പോൾ വീക്കെൻഡിലായിരിക്കും മാത്രമായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആക്കുള്ളൂ. എന്തായാലും അണ്ണാ സമാധി അമ്മ സമാധി എന്നും പറഞ്ഞ് ഇവിടെ കുറേ പൈസ മുടക്കിയിട്ടുണ്ട്. ഫുള്ള് ഗ്രാനൈറ്റാണ്, താഴെ ഫുള്ള് ഗ്രാനൈറ്റ്. അണ്ണ സമാധി ഫുള്ള് മാർബിളുമാണ്. പട്ടേ
ഇത് പിന്നെ കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ വേറെ കല്ലോ കാര്യങ്ങളൊന്നും ഇതൊരു വെച്ചിട്ടില്ല. ചിലപ്പോൾ ഭാവിയിൽ വെച്ചേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ അമ്മ മ്യൂസിയം, നോളജ് പാർക്ക്, ഇത് ഫുള്ള് ഗ്രാനൈറ്റാണ്. ഫ്ലോർ ഫുള്ള് ഗ്രാനൈറ്റാണ്. ഇത് കാണാൻ തന്നെ ഒരു ക്ലാസ് ലെവലുമുണ്ട്. എന്തായാലും ക്വാളിറ്റിക്കൊന്നും ഒരു കുറവും പറ്റില്ല എന്ന് കണ്ടറിയാം. ഇതുപോലെ കാണാൻ വേണ്ടിയും അതുപോലെ ഒന്ന് തൊട്ട് ബന്ധിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് ഒരു ദിവസം വന്നു. വർക്കിംഗ് ഡേയിൽ ഇങ്ങനെ ഇത്ര ആൾക്കാർ വന്നെങ്കിൽ വീക്കെൻഡിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പ്ലാൻ ചെയ്ത് വരാം. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ കാണാണ്ടോ ഒന്ന് നോക്കട്ടെ. ബായ്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞില്ല ആകെ 2 സമാധിയും ആ ബിൽഡിങ്ങും മാത്രമാണ് അവിടെ കാണാനുള്ളൂ. പക്ഷേ ഒരു പുതിയൊരു ഫീലിങ്സാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. നല്ല രസമുണ്ട് കാണാൻ. ബിൽഡിംഗ് കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് ബീച്ചിൽ. ഞങ്ങൾ പരിമിതി മൂലം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. മറീന ബീച്ച് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ മറീന ബീച്ചൊക്കെ കണ്ടിട്ട് അവിടുത്തെ വിഷയങ്ങളോട് പറഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മറീന ബീച്ചിലേക്ക് പോകണ വഴിയിടോ. ആ സ്റ്റാറ്റുവിൻ്റെ അവിടെ നിന്ന് നേരെ ഇവിടെ നമുക്കൊരു 1.25 കിലോമീറ്റർ നടക്കാൻ കേട്ടോ ബീച്ചിലേക്ക്. അപ്പോൾ നടക്കാൻ മടിയുള്ളവന്മാർക്ക് ഇത് ഇവിടെ കുതിരസവാരി അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറി നേരെ നമുക്ക് ബീച്ചിൽ ചെന്ന് ഇറങ്ങാം. ഇത് ശരിക്കും എന്തിനാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് വിൽക്കാൻ വെച്ചേക്കണല്ല. എന്തായാലും ഇത് 2-3 പേരുടെ കയ്യിൽ കണ്ടു സംഭവം ഇങ്ങനെ നാട്ടിക്കൊണ്ടിരിക്കുന്നത്. വിൽക്കാൻ വെച്ചാണെങ്കിൽ ഇതിൽ ഇവരൊരു വേറെ സ്പെയർ ഉണ്ടാവേണ്ടല്ലോ. വേറെ സ്പെയർ ഒന്നുമില്ല, ആ ഒറ്റ പീസുള്ളൂ. വേറെ സംഭവം കേട്ടോ, നമ്മുടെ സിനിമ സ്റ്റാർസിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത് കേട്ടോ. അവരുടെ കട്ടൗട്ട് കൂടെ വെച്ചിട്ട് നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. അതിലെടുത്താണ് ഫോട്ടോസൊക്കെ വേണ്ടത്. അത്യാവശ്യം എല്ലാവരും ഉണ്ട്. നല്ലൊരു ഫോട്ടോ ഫ്രെയിം കൂടെ കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ നല്ല ഫേമസ് സിനിമ നടന്മാരെല്ലാവരും ഉണ്ട്. നമ്മൾ പറയണ നടന്മാരെ അവർ കയറ്റി ഫ്രണ്ടിലേക്ക് വെച്ച് തരും. എന്നിട്ട് അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഉള്ളത്. വൈകുന്നേരം പിള്ളേർക്ക് പറ്റിയ കുറേ പരിപാടികൾ ഉണ്ടാകുന്നുണ്ട്. പറ്റിപ്പീസ് പരിപാടികളായിട്ടും അല്ലാത്ത കൂടുതലും കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. നമുക്ക് പറ്റിയത് എന്തിനുണ്ടോ നോക്കാം. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, RIP കറൻസി സോൺ പ്രൊഹിബിറ്റഡ് ടു ടേക്ക് ബാക്ക്. പക്ഷേ എല്ലാവരും അതിൻ്റെ അപ്പുറം നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ കടാപ്പുറത്തെത്തി. ജുംബ്രൻ്റെ ആഗ്രഹം പ്രമാണിച്ച് വന്നതാണ്. 1.25 കിലോമീറ്റർ നടക്കാൻ കാണാം. അവിടെ നിന്ന് ബാക്കിലാണ് നമ്മുടെ ആദ്യം പറഞ്ഞ അണ്ണക്കമ്മലയെ കാണാം. അവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ നടന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത്. സത്യം പറഞ്ഞാൽ മടുത്ത് ഗൈസ്. ഈ മണലിക്കൂടെയുള്ള നടപ്പ് അത്ര സുഖമുള്ള നടപ്പല്ല. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ബോർഡ് ഓർക്കല്ലേ, പ്രൊഹിബിറ്റഡ് ആണ്, മറ്റേ മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഹൈ ലെവൽ തിരമാലകളാണ് തന്നെ എന്നൊക്കെ മുന്നറിയിപ്പും കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫുൾ ആൾക്കാർ വളരെ തമിഴ്നാടാ. ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഇവിടെ കിടന്ന് കിട്ടിയതാണ്. ഇതന്നെയാണ് ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റി എനിക്കറിയില്ല കേട്ടോ. പോലീസുകാർ പിടിക്കുമോ? ജിംബ്രു 1-ാം പ്രതി. ഗൈസ്, ഞങ്ങൾ കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നാൾ വരാൻ ആഗ്രഹിച്ച മറീന ബീച്ച് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ചെന്നൈയിൽ വന്നവർ ഉറപ്പായിട്ടും മറീന ബീച്ചും കാണാൻ പറ്റും, അതുപോലെ നമ്മുടെ അണ്ണാസമാധിയും കാണാൻ വേണ്ടി വരും. ഒരു വൈകുന്നേരം വന്ന് കാണാനുള്ളൊരു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മറീന ബീച്ചിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൈകുന്നേരം രാത്രി ആയി കഴിയുമ്പോഴായിരിക്കും ഇവിടെ ബീച്ച് ഒന്ന് ഓണാവണമെന്ന് തോന്നുന്നു. കാരണം കടക്കാരും സംഭവങ്ങളും എല്ലാവരും കടയൊക്കെ തുറന്ന് വരണുള്ളൂ. അതുപോലെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഉള്ളതാണോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. കുറച്ച് ഡേഞ്ചറാണ് തിരമാല, അതുകൊണ്ട് ആരും കുളിക്കാൻ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ആരും മൈൻഡ് ചെയ്യാണ്ട് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇറങ്ങുക. അവനവൻ്റെ
ഉത്തരവാദിത്തത്തിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.